സത്യത്തിൽ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത് തെറ്റാണ്, പക്ഷെ ഇവനെ പേടിപ്പിക്കാൻ നല്ല രസമുണ്ട്. 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു അതിഥി വരുന്നത്. 200 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എന്തായാലും അടുപ്പിൽ തീ പുകയും. ഞാനും 200 വർഷമായിട്ട് പട്ടിണിയിലാണ്. അങ്ങെന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അതോ അങ്ങേ ഞാൻ കഴിക്കട്ടെ? പണിക്കാരനെവിടെ? ആ പണിക്കാരനെ കാണുന്നില്ലല്ലോ. പണിക്കാരൻ പോയപ്പോ എനിക്കൊരു പണി തന്നിട്ടാണല്ലോ പോയത്. ഞാൻ എന്തായാലും കുറച്ചുകൂടെ കഴിച്ചേക്കാം. സാറ് എത്ര മണിയിലും എടുത്തോ, ഞങ്ങൾ ഇനി കഴിക്കാൻ പോകുന്നില്ല. ഇത്രയും രുചികരമായ ഭക്ഷണം ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടേ ഇല്ല. മിസ് കാർട്ടർ, നിങ്ങൾ ഫോറിൻ ട്രിപ്പിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? അതെ സാർ, അത് ശരിയാ. എനിക്ക് കുറച്ചു നാളായിട്ട് അവധി കിട്ടിയിരുന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് പിന്നെ അയ്യോ, അതിനിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു? നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫോറിൻ ട്രിപ്പിന് പോകാവുന്നതാണ്. ഓ, താങ്ക് യു സോ മച്ച് സാർ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിബന്ധനയോ? അതെ, തീർച്ചയായും എനിക്കും ഇതുപോലൊരു അവധിയെടുക്കാൻ നിങ്ങളും സഹായിക്കേണ്ടി വരും. അതായത് എന്റെ ബോസിനെയും ഇതേ ഭക്ഷണം കഴിപ്പിക്കണം. ഓഹോ, അത്രേ ഉള്ളൂ സാർ. ഒരു കുഴപ്പമില്ല സാർ. താങ്ക് യു സാർ. സാറിന്റെ ബോസിന് ഇതിലും നല്ല ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. വേറൊന്നുമല്ല, ഇത് തന്നെ സെയിം. അദ്ദേഹത്തിന്റെ മൂഡ് നന്നാക്കാൻ വേണ്ടി ഇതിലും വലുത് മറ്റൊന്നുമില്ല. അപ്പൊ ഡീലല്ലേ മിസ് കാട്ട്കർ? അതിനെന്താ സാർ ഡീൽ? കുട്ടികളെ, ഡീൽ ഓക്കെ ആണല്ലോ അല്ലേ? ഈ സ്കൂട്ടറിന് ആരാണ് അവസാനം തൊടുന്നത് അവർ ഐസ്ക്രീം മേടിച്ചു തരണം. ചങ്ങാതി, ഇതെന്താ ഈ നടക്കുന്നേ? സണ്ണി സാറിന് സമ്മാനം കൊടുക്കാൻ പോവാണ്. സണ്ണി സാറോ? അതിരിക്കട്ടെ, സമ്മാനം കൊടുക്കുന്നത് എന്തിനാണ്? ഗുഡ് സമാരിറ്റൻ ആയതുകൊണ്ട്. അല്ല, ഈ ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ കൊച്ചളിയാ? നല്ല മനുഷ്യരെയാണ് ഗുഡ് സമാരിറ്റൻ എന്ന് പറയുന്നത്. അതിന് അവനെന്താ ചെയ്തേ? അല്ല, അത് അറിയില്ലെങ്കിൽ പിന്നെ ഈ പോസ്റ്റർ ഒക്കെ ഒട്ടിക്കുന്നത് എന്തുകൊണ്ടാ? എനിക്കറിയാം ഇവിടെ ഈ പോസ്റ്ററൊക്കെ എന്തുകൊണ്ടാ ഒട്ടിക്കുന്നതെന്ന്. നിനക്കറിയാമോ വലിയളിയാ? എന്നാ ഒന്ന് പറഞ്ഞേ. പോസ്റ്ററിന്റെ പുറകിൽ മൈദമാവുണ്ട്, അതുകൊണ്ട് അത് ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ അത് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. ഇതല്ലേ ശരിക്കുള്ള സേവനം? ശരിക്കും ഇയാൾക്കായിരുന്നു സമ്മാനം കൊടുക്കേണ്ടിയിരുന്നത്. ദാ കണ്ടില്ലേ, പുറകിലിരുന്ന് അയാൾ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. എന്നെ നടു റോട്ടിൽ വെച്ച് അവമാനിക്കുകയാണോ? യവന്മാർ നാടകം കളിക്കുകയാണ്. എനിക്കാണ് സമ്മാനം കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്കിളിന്റെ റോഡ് മുറിച്ച് കിടക്കണമായിരുന്നു, അത് ചെയ്തു. ഇതിന് നാടകമൊന്നല്ല, സഹായമെന്നാ പറയുന്നേ. പച്ചക്കള്ളം. അങ്കിളുടെ വീട് ആ വശത്താണുള്ളത്, പിന്നെന്തിനാ ഈ വശത്തേക്ക് വിടുന്നത്? വരണങ്കിൾ, അങ്കിള് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. പക്ഷെ മോന് ഒരു പക്ഷേ ഇല്ല അങ്കിള്. അങ്കിള് വണ്ടിയിലിരുന്നോ. ഇനി എല്ലാരും അവരോട് ജോലി നോക്കി പൊയ്ക്കോ. അങ്കിൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ആ വണ്ടിക്കാരൻ എന്നെ ഇവിടെ തന്നെ ഇറക്കി വിട്ടു.
എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ അപ്പുറത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. അമ്മാവൻ കേറി ഇരുന്നോ, ഞങ്ങള് ആ മരുന്ന് കട കൊണ്ട് ഇറക്കി തരാം. വാ. താങ്ക് യു കുട്ടികളെ, നിങ്ങൾ നന്നായി വരും. താങ്ക് യു അങ്കിൾ. ഹണി, സിഗ്നൽ റെഡ് ആണ്. സംശയമുണ്ടോ? സിഗ്നൽ എവിടെയാണ്? പേടിക്കണ്ട ബോസ്, ഞങ്ങൾ ഇതാ എത്തി. ഈഷ്, അവനെ വേഗം പിടിക്ക്. അവൻ ജയിലിൽ നിന്നും ചാടിയ കുറ്റവാളിയാണ്. നിന്റെ ഈ മാത്രം കൃത്യമല്ല ഇങ്ങനെ അടിക്കുന്നത്. ഇപ്പൊ കൊള്ളാലോ, എനിക്കിപ്പോ എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യേ. യ്യ. യ്യ. എല്ലാരും റെഡിയല്ലേ? എന്നാ നമുക്ക് തുടങ്ങാം. നീ എന്തുവാടാ ഈ കാണിക്കുന്നേ? ഞാൻ വിചാരിച്ചു എല്ലാരും ചാടിക്കളിക്കാണെന്ന്. അതുകൊണ്ട് എനിക്കങ്ങനെ ചാടിക്കളിക്കാൻ തോന്നി. വലിയ ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. അതുകൊണ്ട് നീ ആരെ അനുകരിക്കണ്ട. ഹണി, മനസ്സിലായോ? ആ, എനിക്ക് മനസ്സിലായി. ഐ എം വെരി ഇന്റലിജന്റ്. എനിക്ക് കിട്ടിയ അംഗീകാരം ഞാൻ ആർക്കും തന്നെ തിരിച്ചു കൊടുക്കുകയില്ല. നീ ഒരു ചതിയനാണ്. നീ ആ സമ്മാനത്തിന് ഒട്ടി യോഗ്യനല്ല. ഇനി ശല്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് കോഴിയമ്മയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയാം. സംശയമുണ്ടോ? നമ്മൾ സണ്ണിയേക്കാൾ മുമ്പേ എത്തിയത് നന്നായി. നമസ്കാരം കോഴിയമ്മേ. സത്യത്തിൽ നിങ്ങളുടെ കുഞ്ഞിനെ ആരാണ് വീട്ടിൽ എത്തിച്ചെന്നുള്ള സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കുഞ്ഞിനെ വീട്ടിലെത്തിച്ചാൽ ദേ അകത്തിരിപ്പുണ്ട്. വരൂ, അകത്തേക്ക് വരൂ. കുഴപ്പമില്ല, അങ്ങനെ ഓർമ്മ വരുന്നില്ലെങ്കില് പറയണമെന്നില്ല. അങ്ങനെ പറയാതിരിക്കണ്ട. അതെ, നിന്നെ വീട്ടിൽ ഞാൻ എത്തിച്ചെന്ന് നിന്റെ അമ്മയുടെ അടുത്ത് വേഗം ഒന്ന് പറയാ. വേഗം ഓർമ്മിച്ചെടുക്ക, എനിക്ക് ജനസേവനം ചെയ്യേണ്ട സമയമായി.
എടേ നിന്നെ നിന്റെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചതേ ഈ ഞാനാണ്. നീ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക്, വേണമെങ്കിൽ ഫോട്ടോ നോക്ക്. എന്നാ നീ കള്ളം പറയുന്നത്? ഒരെണ്ണം തന്നോണ്ടല്ലോ. കുട്ടികളോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നവർക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ല. പക് പക് പക. ഇവർ പറഞ്ഞത് സത്യമാണ്. നീ ഒരു ചതിയനാണ്. പക് പക് പക. ഈ കണ്ണട വെച്ചതിന് ശേഷം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ നീയും കണ്ണട വെച്ചോ. എടാ കഴുതേ, ഈ തണ്ണിമത്തം കാരണം എനിക്കൊന്നും കാണാൻ കഴിയാത്തത്. നീ ഇതൊന്ന് വലിച്ചു ഊരി എടുക്ക്. എടാ കഴുതേ, തണ്ണിമത്തം എടുക്കാനാ പറഞ്ഞേ, എന്റെ ജീവൻ എടുക്കാനല്ല. നീ ഒന്നും ചെയ്യണ്ട, ഞാനായിട്ട് ഇത് എടുത്തോളാം. നീ പുറത്തു പോയി ആ സ്കൂട്ടർ ഒന്ന് വൃത്തിയാക്ക്. വാവ്, എന്ത് വലിയ ആപ്പിളാ ഇതൊക്കെ. ഇന്ന് നീ എന്റെ കൂടെ മാർക്കറ്റിൽ വരാമോ ഹണി? എനിക്ക് ആ ബ്രഷും പെയിന്റും എടുത്തു തരാമോ ഹണി? കൈ എന്റെ മച്ചി, ഈ മതിലാര് ഇത്ര ദൂരെ കൊണ്ടുവച്ചത്? കുട്ടികൾ എന്തിനാ വാട്സാപ്പിൽ ചാറ്റുന്നേ? അല്ല, മതിലിനെ ആർക്കാ ദൂരെ കൊണ്ട് വെക്കാൻ പറ്റുന്നേ? ദാ പിടിച്ചോ കന്നാ സാറേ. എന്തോ ഒരു കുറവുണ്ട്. സോർദാരെ, ഇതിന്ന് എന്തെങ്കിലും എടുത്ത് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികളെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തായിരുന്നു അവിടെ ഒരു ബഹളം? ഒന്നുമില്ല മേഡം, എല്ലാം ഓക്കെയാണ്. എടോ എന്തോ നോക്കിയാണെന്ന്, കഴിക്കാനുള്ളതൊക്കെ നശിപ്പിച്ചു വെച്ചിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോ ഇത് തന്നെ കൊടുക്കേണ്ടി വരും. അഥവാ ഈ ഭക്ഷണം അവരുടെ അകത്ത് പോയാ നമുക്കാർക്കും പുറത്തോട്ട് പോകാൻ പറ്റില്ല. അളിയ, നിനക്കിപ്പോ അതാണോ വലിയ കാര്യം? മേഡത്തിന്റെ ബോസിന്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം വഴക്ക് കിട്ടുമെന്നറിയാം. കൊച്ചലിയ, കിറ്റി എന്തിനാ നമ്മൾ ഈ പാതിരാത്രിക്ക് ഈ പഴയ ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തിയത്? എനിക്കറിയില്ല, അവൾക്ക് ചിലപ്പോ അപകടം വല്ലതും പറ്റി കാണും. സോർദാറെ, നീ മുകളിൽ നോക്ക്, ഞാനും ഹണിയും താഴെയുള്ള മുറികളിൽ ചെന്ന് നോക്കാം. വാ ഹണി. അപ്പൊ ഞാൻ എവിടാ? അയ്യോ, ഇവന്മാരുന്ന് എവിടെ പോയി? രക്ഷിക്കണേ, 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 രക്ഷിക്കൂ. അയ്യോ രക്ഷിക്കണേ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? സംശയമുണ്ടോ? കിറ്റി നമ്മളോട് ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. കിറ്റിയെയും കാണാനില്ല. ഇനി അവള് വല്ല അപകടത്തിലാകുവോ? അവളെ ഇവിടെ കാണാനേ ഇല്ല. പിന്നെ കാണുന്നതൊക്കെ ആണെങ്കിൽ ആളെ പേടിപ്പിക്കുന്നതും. സംശയമുണ്ടോ? മിണ്ടാതിരിക്കടാ. കിറ്റിയെ ഒച്ച വെച്ചത് അതും ആ മുറിയിൽ നിന്നാ കേട്ടത്. വേഗം പുറത്തേക്ക് ഓട്. വേണ്ട, അകത്തേക്ക് ഓടാം. കിറ്റിയെ മുറിക്കകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അതെ, എന്നാ വാ, അകത്തേക്ക് പോവാം. നമുക്ക് നമ്മുടെ കിറ്റിയെ രക്ഷിക്കണ്ടേ? കൂട്ടുകാരെ, കിറ്റിയുടെ ശബ്ദം കേട്ടത് ഈ മുറി നിന്നാ. കിറ്റി, വാ നമുക്ക് പോവാം. ഈ സ്ഥലം അത്ര ശരിയല്ല. സണ്ണി,
കണ്ടില്ലേ കിറ്റി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ യോമാര് വീരന്മാരെന്ന് കാണിക്കാനുള്ള അഭിനയമാണ്. പേടിച്ചത് കണ്ടില്ലേ പേടിത്തൊണ്ടന്മാര്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? തമാശ. ഞങ്ങളൊരു തമാശ ഒപ്പിച്ചതല്ലേ, നിങ്ങൾ ശരിക്കും പേടിച്ചു പോയി. ഓ, നിങ്ങൾ പേടിക്കുന്ന ഒരു തോന്നൽ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണെന്ന്. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, ഇവിടെ വരൂ, ഡോക്ടർ പോലു. ഇവിടെ വരൂ. പകലിനെ നമ്മൾ രാത്രിയായി കാണുന്നു, എല്ലാം നമ്മുടെ തോന്നലായി കാണുന്നു. ഇനി നിങ്ങളുടെ വായ എന്നാ പെട്ടി തുറന്നാട്ടെ. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് എന്നോട് പറഞ്ഞാട്ടെ. എന്റെ വലിയളിന്റെ കണ്ണിന് എന്തോ പ്രോബ്ലം ഉണ്ട്. പിന്നെ നീ എന്തിനാണ് വന്നത്? വലിയ അളിനെ വേഗം കൊണ്ടുവരൂ. ചെല്ലു, എന്നിട്ട് വേഗം കൊണ്ട് കൊണ്ടുവരൂ. അവന്റെ അല്ല, എന്റെ വലിയളിന്റെ കാര്യമാ പറഞ്ഞേ. ഞാൻ നിന്നോട് തന്നെയാണ് പറഞ്ഞത്. ഡോക്ടർ പോലു, നിങ്ങൾ എന്നോടാണ് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങൾ മറുപടി പറയേണ്ടത് ബണ്ണിയോടാണ്. അപ്പോ കടലിലെ വെള്ളം കൂടുതലാണ്, ഉപ്പ് കിട്ടുന്നതും അതിൽ നിന്നാണ്. അപ്പോ എന്നോട് സംസാരിക്കുന്നത് നീയാണ്. നീ പോയി നിന്റെ വലിയ അളിനെ കൊണ്ടുവാ. അയ്യോ, ഇതാണ് എന്റെ വലിയളിയൻ ഹണി. അത് ശരി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഐ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ വരൂ, ഇത് വായിക്ക്. ഞാനെന്തിനാ ഇത് വായിക്കുന്നത്? ഡോക്ടറെ, ഹണിയുടെ കണ്ണാ കേടായത്. എന്നാ നീ താഴെ ഇറങ്ങ്. ആരാണോ ഹണി അവനോട് മുകളിൽ കയറി ഇരിക്കാൻ പറയൂ. ഇപ്പൊ എനിക്കും എല്ലാം മങ്ങി മങ്ങിയാ കാണുന്നത്. സംശയമുണ്ടോ? അയ്യോ, ഒന്നും കാണാൻ കഴിയുന്നില്ല എനിക്ക്. ഓഹോ, കണ്ണട വെക്കേണ്ടി വരും. അതിന് ഡോക്ടർ നേരത്തെ ഒരു കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. സംശയമുണ്ടോ? എടാ പറക്കുന്ന പച്ച നിറത്തിലുള്ള കഴുതേ, ഞാൻ ഇവന്റെ കാര്യമാണ് പറഞ്ഞത്. പീലി വിടർത്തുന്നത് മയിലാണ്, പാട്ടുപാടുന്നത് കുയിലാണ്, സിനിമയും ബോറാണ്. ഇവന്റെ കണ്ണിനെ ബാധിച്ചിരിക്കുന്നത് വെള്ളെഴുത്താണ്. ഡോക്ടറിന് വട്ടാണോ? ഞാൻ നിങ്ങൾക്ക് നമ്പർ എഴുതി തരാം. കണ്ണട വാങ്ങണം, എന്നിട്ട് ഇവനെ വച്ചു കൊടുക്കണം. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? കൊച്ചളിയ, ഇനി എന്നെ ആരും ഒരിക്കലും കഴുതെന്ന് വിളിക്കില്ല. കണ്ണട വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഇന്റലിജന്റ് ആണെന്ന് വിചാരിക്കുള്ളൂ. ഇവൻ ലോകത്തിലെ ആദ്യത്തെ കണ്ണട വെച്ച കഴുതയായിരിക്കും. സംശയം അതെ, ഇത് ഗോൾ പോസ്റ്റാ. എനിക്ക് രണ്ട് ചെറിയ കൈകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബോൾ ഇങ്ങോട്ട് അടിക്ക്. സംശയമുണ്ടോ? ദാ ഹണി ഐസ്ക്രീം കൊണ്ട് വന്നിരിക്കുകയാണ്. ഹണി, എനിക്ക് ചോക്കോബോർ മതി. വലിയളിയാ, ഇതെന്റെ ചോക്ക ക്യാൻഡിയാണ്. അതൊക്കെ ഞാൻ തരാം. സോർദാറെ, നീ ചോക്കോബാർ പിടിക്കേ. എടാ, ഞാൻ ഇവിടെയാണ്. നീ എനിക്ക് തരുന്നത് ചോക്കോബാർ കാൻഡിയാണ്. ആർക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാല് അവരോട് തന്നെ എടുത്തോ. എനിക്ക് എല്ലാവരും മങ്ങലായിട്ട് കാണാൻ പറ്റുന്നത്. ആദ്യം നിന്റെ തലയ്ക്ക് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിന്റെ കണ്ണും പണി മുടക്കിയോ? സംശയമുണ്ടോ? എന്റെ അമ്മച്ചി, ആ ഡിഷ് വീണ്ടും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നോട് ക്ഷമിക്കും മക്കളെ. അങ്ങനെ തുറന്നൊന്നും സമ്മതിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് അവധി കിട്ടുന്ന കാര്യമാണ്. കുറഞ്ഞു മുമ്പ് ഉണ്ടാക്കിയത് അബദ്ധത്തെ ഉണ്ടാക്കിയതല്ലേ. എന്തൊക്കെ അതിൽ ചേർത്തതെന്ന് ഒരു പിടിയില്ല. ആ അബദ്ധം ഒന്ന് വീണ്ടും കാണിച്ചാലോ? ഏകദേശം ദാ ഇതുപോലെ. ചിലപ്പോ ദാ ഇതേപോലെ ആയിരിക്കും. ഇത് ചിലപ്പോ ഇങ്ങനെ കിടന്ന് തിളച്ച് കാണും. നിറം ദാ പഴയതുപോലെ ആയി കിട്ടി. അല്ലല്ല, ഇതൊന്നും അല്ല. വരൂ സാർ, വന്നാട്ടെ. സാർ പ്ലീസ് വെൽക്കം. എന്റെ വീട്ടിലേക്ക് സാറിന് സ്വാഗതം. ഒരു മിനിറ്റ് സാർ, അടുക്കളയിൽ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം. എന്തായാലും കഴിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. നിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച് ഇയാൾ ഒരുപാട് പറഞ്ഞു. ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, കഴിച്ചു നോക്കാം. എന്റെ ദൈവമേ, ദാ അവർ എത്തിക്കഴിഞ്ഞു. കുട്ടികളെ, ഭക്ഷണം വിളമ്പാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളൂ പ്ലീസ്. ദാ വരുന്നു വേണം. കുറച്ചുകൂടെ കാത്തിരിക്കൂ. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? നടന്നത് എന്തൊക്കെയാണെന്ന് എനിക്കൊരു ഓർമ്മ പോലും കിട്ടുന്നില്ല. അതങ്ങ് വിട്ടേക്ക്. ഒരു അവധിക്കേണ്ടി ഇത്ര കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. എന്റെ അമ്മ, കഴിഞ്ഞ തവണ ഇതുപോലെ എന്തോ ആണ് ഉണ്ടായത്. സോർദാറെ, ഈ ഡെപ്പയിൽ എന്തായിരുന്നു? അതിന്റെ അകത്ത് ഉപ്പായിരുന്നു. എന്താ?
ആഹാ ശരിയായി. ഇത് നേരത്തെയുള്ള ഡിഷ് പോലെ തന്നെയുണ്ട്. സംശയമുണ്ടോ? ആഹാരം റെഡിയായോ അതോ ഇല്ലയോ? കാര്യം എന്താ പറയൂ ഹണി. ഞങ്ങൾ ആപത്തിലാണ് കിറ്റി. ഇന്ന് ഇവിടെ എന്ത് വേണേലും സംഭവിക്കാം. എന്ന് വെച്ചാ അതായത് പ്രേതങ്ങളെ എവിടെ വെച്ചാന്നോ കളിയാക്കുന്നത്, അവിടെ പ്രതികാരം വീട്ടാൻ വേണ്ടി പ്രേതങ്ങൾ വരുമത്രേ. ഇതാരാടേ പറഞ്ഞത്? ഈ ബംഗ്ലാവിലെ പഴയ ഒരു പണിക്കാരനാ പറഞ്ഞത്. അത് ഏതാടേ പണിക്കാരൻ? ഞാൻ രാവിലെ മുതൽ ഈ ബംഗ്ലാവിൽ ഒരു പണിക്കാരനെയും കണ്ടില്ലല്ലോ. പണിക്കാരനോ? പക്ഷെ ഇവിടെ എങ്ങനെ പണിക്കാരനായിട്ട് ആരും നിൽക്കുന്നില്ലല്ലോ ബണി. ബണി, അപ്പൊ നമ്മളെ വന്ന് കണ്ടതൊക്കെ പറഞ്ഞത് ആരായിരുന്നു? എനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാവിൽ പ്രേതമൊക്കെ ഉണ്ടെന്നാണ്. അയ്യോ അത് പിന്നെ എന്താ നിങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കാറുണ്ട്. നിങ്ങൾ വാൻ ഹെൽസിംഗ് എന്നൊരു ഗോസ്റ്റ് ഹണ്ടറെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ പ്രേതങ്ങളൊക്കെ പിടിക്കാറുണ്ട്. അതെ, അദ്ദേഹമാണ് കറുത്തയുടെ കറുത്ത മുത്തച്ഛന്റെ പ്രേതത്തിനെ പിടിച്ചത്. സണ്ണിയുടെ ബോഡി ഉണ്ടോ? പ്രേതം വന്നാ പോലും സണ്ണി അതിനെ ഇടിച്ച് പപ്പടാക്കി കളയും അല്ലേ സണ്ണി? അതെ. പിന്നെ കിറ്റി, നിനക്ക് പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലെങ്കിലേ നമുക്ക് ഈ ഹാളിൽ തന്നെ കഴിച്ചു കൂട്ടിയാലോ? വേണ്ട വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. അത് ശരി. അപ്പോ എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലേ നമ്മൾ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകും. ഗുഡ് നൈറ്റ്. ബണി, നിന്റെ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അവൻ നന്നായിട്ട് പേടിച്ചു.